2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി ലീഡ് നേടിയത് സംസ്ഥാനത്തെ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ. തൃശൂരിൽ ഗുരുവായൂർ ഒഴികെ 6 മണ്ഡലങ്ങൾ: മണലൂർ, ഒല്ലൂർ, തൃശൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട്. തിരുവനന്തപുരത്ത് 3 മണ്ഡലങ്ങൾ: നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലും 2 നിയമസഭാ മണ്ഡലങ്ങളിൽ ബി.ജെ.പി മുന്നിലെത്തി, കാട്ടാക്കടയിലും ആറ്റിങ്ങലിലും. ഈ 11 മണ്ഡലങ്ങളിൽ ബി.ജെ.പിക്ക് ഏറ്റവും വലിയ ലീഡ് കിട്ടിയത് നേമത്താണ്. 22,126 വോട്ടിന്റെ ലീഡാണ് നേമം മണ്ഡലം രാജീവ് ചന്ദ്രശേഖറിന് നൽകിയത്. രണ്ടാമത് ഏറ്റവും കൂടുതൽ ലീഡ് ബി.ജെ.പിക്ക് കിട്ടിയത് തൃശൂരിലാണ്. 14,117 വോട്ടിന്റെ ലീഡ്. മണലൂർ ഒഴികെയുള്ള എല്ലാ മണ്ഡലങ്ങളിലും 10,000-ലധികം വോട്ടിന്റെ ലീഡാണ് സുരേഷ് ഗോപിക്ക് കിട്ടിയത്. തിരുവനന്തപുരത്ത് കഴക്കൂട്ടം മണ്ഡലത്തിലും രാജീവ് ചന്ദ്രശേഖറിന് 10,000-ലധികം വോട്ടിന്റെ ലീഡ് കിട്ടി. ബി.ജെ.പി ലീഡ് നേടിയ ഈ 11 മണ്ഡലങ്ങളും എൽ.ഡി.എഫിന്റെ സിറ്റിംഗ് സീറ്റാണ്. 3 മന്ത്രിമണ്ഡലങ്ങൾ: വി ശിവൻകുട്ടിയുടെ നേമം, കെ രാജന്റെ ഒല്ലൂർ, ഡോക്ടർ ആർ ബിന്ദുവിന്റെ ഇരിങ്ങാലക്കുട. ഇനി ബി.ജെ.പി 2ാം സ്ഥാനത്തെത്തിയ 8 മണ്ഡലങ്ങൾ: തിരുവനന്തപുരം, കോവളം, നെയ്യാറ്റിൻകര, ഹരിപ്പാട്, കായംകുളം, പാലക്കാട്, മഞ്ചേശ്വരം, കാസർഗോഡ്. 11ഉം 8ഉം ആകെ 19 മണ്ഡലങ്ങൾ. ഇതിൽ ഒന്നാമതെത്തിയ 11 മണ്ഡലങ്ങൾക്കായി പ്രത്യേക പ്രവർത്തന പദ്ധതി ആവിഷ്കരിച്ച് 2024 തന്നെ സംസ്ഥാന നേതൃത്വം പ്രവർത്തനം തുടങ്ങി. തൃശൂരിൽ പക്ഷേ സുരേഷ് ഗോപി മത്സരിച്ചപ്പോഴാണ് 6 മണ്ഡലങ്ങളിൽ ബി.ജെ.പി മുന്നിലെത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ നേട്ടം ആവർത്തിക്കാൻ സാധിച്ചെന്നു വരില്ല, എങ്കിലും വോട്ട് വർധന ഉറപ്പ്. എന്നാൽ നേമത്തും കഴക്കൂട്ടത്തും രണ്ടാമതെത്തിയ മഞ്ചേശ്വരം, പാലക്കാട് എന്നിവിടങ്ങളിലും വിജയം മാത്രമാണ് ലക്ഷ്യം. 19ൽ എത്ര കിട്ടും? തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചടക്കിയ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രൊഫഷണലിസം നിയമസഭാ തിരഞ്ഞെടുപ്പിലും നേട്ടമുണ്ടാക്കുമോ? ഉത്തരം കിട്ടാൻ മെയ് 4 വരെ കാത്തിരിക്കണം.